കണ്ണൂർ കീഴ്പള്ളി ചതിരൂരിൽ വളർത്തുനായയെ വന്യജീവി പിടികൂടി. ചതിരൂരിലെ ബിനോയിയുടെ വളർത്തുനായയാണ് വന്യജീവി കൊണ്ടുപോയത്. കടുവയാണെന്ന് സംശയമുണ്ട് നാട്ടുകാർക്ക്. മിഥുൻ പിള്ള ചേരുന്നു. മിഥുൻ, വന്യജീവി ഭീഷണിയിൽ തന്നെയാണ് നാടെങ്ങും. ഇപ്പോൾ ഈ കണ്ണൂർ കീഴ്പള്ളി ചതിരൂരിലെ വളർത്തുനായയെ പിടികൂടിയത് ഏത് തരം വന്യജീവിയാണ് എന്നുള്ളതിലൊരു സ്ഥിരീകരണം വരുന്നുണ്ടോ? രോഹിണി, ഇന്ന് രാവിലെയാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായത്. കണ്ണൂർ ഇരിട്ടി കീഴ്പള്ളി ചതുരൂരിലെ ബിനോയിയുടെ വളർത്തുനായാണ് രാവിലെ വന്യജീവി പിടിച്ചുകൊണ്ടുപോയത്. കടുവയാണോ പിടിച്ചുകൊണ്ടുപോയെന്നൊരു സംശയമാണ് അപ്പോൾ നാട്ടുകാർ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് ഇരിട്ടിയിൽ നിന്ന് ഒരു പുലിയെ വനംവകുപ്പ് വെടിവെച്ച് പിടികൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അവിടെ ഒരു കെണിയിൽ കുടുങ്ങിയതിനെ തുടർന്ന് വെടിവെച്ച് മയക്കി കാട്ടിൽ കൊണ്ട് വിടുകയുമായിരുന്നു. അതിന് തൊട്ടടുത്ത് തന്നെയാണ് ഇപ്പോൾ വീണ്ടും ഇത്തരമൊരു കടുവയുടെ ഭീഷണി ഉണ്ടായിരിക്കുന്നതെന്നാണ് ആ നാട്ടുകാർ പറയുന്നത്. ഇന്ന് പുലർച്ചെ എണീച്ച് നോക്കിയപ്പോഴാണ് ഈ ബിനോയുടെ വീട്ടിന് മുന്നിൽ കെട്ടിയിട്ടിരുന്ന വളർത്തുനായെ കാണാത്തൊരു സാഹചര്യം ഉണ്ടായത്. തുടർന്ന് തൊട്ടടുത്ത വീട്ടിലെ ഒരു സ്ത്രീ ഈ നായയെ പിടിച്ചു കൊണ്ടുപോകുന്നത് കണ്ടു എന്നും പറയുന്നുണ്ട്. ഒരു അവ്യക്തമായൊരു ദൃശ്യം മാത്രമാണ് അവർ കണ്ടതെന്ന് പറയുന്നു. അത് കടുവ തന്നെയാണ് എന്ന് അവർ ആവർത്തിച്ച് പറയുന്നുണ്ട്. കാരണം ശരീരത്തിൽ വരകളൊക്കെ ഉള്ളൊരു ജീവിയാണ് ഈ വളർത്തുനായയെ കടിച്ചുകൊണ്ട് പോയതെന്ന് പറയുന്നു. ആ ദൃശ്യം കണ്ടതിന് ശേഷം ഭയന്ന് താൻ വീട്ടിൽ നിന്ന് പുറത്ത് ഇറങ്ങിയിട്ടില്ല എന്നാണ് അവർ നേരത്തെ പറഞ്ഞത്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വനം വകുപ്പ് ഉൾപ്പെടെ ഈ ഒരു പ്രദേശത്ത് പരിശോധന നടത്തുന്നുണ്ട്. ഇതിനിടയിൽ ഈ കടുവയുടേതെന്ന് സംശയിക്കുന്ന ഒരു കാൽപാദം പതിഞ്ഞൊരു സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട്. കാൽപാദത്തിന്റെ അടയാളങ്ങളൊക്കെ തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ പ്രദേശത്തെ ജനങ്ങൾ അല്പം ജാഗ്രത പാലിക്കണമെന്നൊരു നിർദ്ദേശമാണ് പ്രധാനമായും ഉള്ളത്. അതേസമയം ഈ മലയോരത്ത് തുടർച്ചയായി ഇത്തരത്തിൽ ഈ വന്യജീവി ശല്യം ഉണ്ടാകുന്നത് ജനങ്ങളുടെ ജീവിതത്തെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. രോഹിണി, ശരി. മിഥുൻ പിള്ളയാണ് വിവരങ്ങൾ നൽകിയത്.